ഈ ദേശത്തായിരിക്കുന്ന മാന്യ വ്യക്തികളെ ഹൃദയത്തിന്റെ ഭാഷത്തിൽ നിന്ന് ഞങ്ങൾ സ്നേഹത്തിന്റെ വന്ദനത്തെ ഇത്തരത്തിൽ അറിയിക്കുന്നു. യേശു നൽകപ്പെടുന്ന മഹത്തരമാകുന്ന രക്ഷയുടേതാകുന്ന മാഹാത്മ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഈ ലോകത്തിൽ പരിശോധിക്കുമ്പോൾ ആരാകുന്നു യേശു? യേശു ലോകത്ത് എന്തിനു വന്നു? യേശു ലോകത്തിൽ വന്നതുകൊണ്ട് യേശുവിന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ധന്യത ഉണ്ടാകുന്നു എന്ന പരിശോധനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ എല്ലാ മനുഷ്യരുടെ ചിന്താഗതിയിൽ ബെത്ലഹേമിന്റെ മണ്ണിൽ ഒരു സാധാരണ കാലിത്തൊഴുത്തിൽ യോസഫിന്റെയും മറിയയുടെയും ഒരു മകനായി യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതാകുന്ന വസ്തുത. ഡിസംബർ എന്ന് പറയുന്ന ഒരു ദിനത്തോട് ബന്ധത്തിൽ ഡിസംബർ മാസം 25-ാം തീയതിയുടെ ദിനത്തിൽ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതാകുന്ന വസ്തുതയിൽ ലോകമൊട്ടാകെ ഈ സുദിനത്തെ, ഈ നല്ല ദിനത്തെ എല്ലാവരും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആഘോഷിക്കുക. അപ്പൊ യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ജനനത്തെക്കുറിച്ചും യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചും യേശു പാപികൾക്ക് വേണ്ടി മരിച്ചെന്നും ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ലോകത്തിൽ ഈ ഏത് മതവിഭാഗത്തിലായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും യേശുവിനെ കുറിച്ചുള്ള ബോധ്യതയുണ്ട്. എന്നാൽ ഈ ബോധ്യതയിൽ നിന്ന് 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, യേശു ആരാകുന്നു എന്ന് നിങ്ങൾ അറിയപ്പെടുമ്പോൾ യേശു മനുഷ്യന് വേണ്ടി എന്തായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. മനുഷ്യന് വേണ്ടി എന്തായിരിക്കുന്നു എന്നറിയപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിന്റെ ജീവിതം എന്താകുന്നുവെന്നാണ് നാം ചിന്തിക്കേണ്ടത്. പിന്നെ 1, ഈ ലോകത്ത് ജനിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും ജാതിയിലോ സ്ത്രീയായോ പുരുഷനായോ സാധാരണ വ്യക്തിയായി അല്ലെങ്കിൽ പണമില്ലാത്തവനായും പണമുള്ളവനായും ഏതു സാഹചര്യത്തിൽ ഈ ലോകത്ത് ജനിച്ച് വളർത്തപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നാലും ജനിച്ചാൽ ഒരിക്കൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുമെന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ജനിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായും മരിക്കും. അത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ മരണമുണ്ടാകും. ജനിക്കുന്ന കുഞ്ഞും ഇവിടെ മരിക്കുന്നു. ഒരു പ്രസവ നടക്കുന്നതിന് മുമ്പേ ഈ ലോകത്ത് നിന്ന് കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്നു. ജനിച്ചതിന് ശേഷവും മരിക്കുന്നു. ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിൽ ഒരു അമ്മയുടെ ഉദരത്തിനകത്ത് കുഞ്ഞ് ഉരുവാകുന്ന സമയത്തും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ മനുഷ്യനായി സ്ത്രീയായോ പുരുഷനായോ ജനിക്കുന്ന സകല മനുഷ്യന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മരണം സംഭവിക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ മരണത്തെക്കുറിച്ച് വിശ്വാസികളാകുന്ന ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും, ഞങ്ങൾ ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചു, ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾക്കൊരു മരണമുണ്ടാകും. മരണത്തിന് ശേഷം ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ കണ്ടെത്തിയ ദൈവിക വിശ്വാസത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന പക്ഷം സ്വാഭാവികമായും സ്വർഗത്തിൽ സ്ഥലം നമുക്കുണ്ടാകുമെന്നുള്ള ചിന്തയാണ് ചിലരെ കുറിച്ചുള്ളതാകുന്ന വസ്തുതകൾ. എന്നാൽ ചിലരെ കുറിച്ച് പറയുന്നത് സ്വർഗവും നരകവും എല്ലാം ഈ ലോകത്തിലുണ്ട്. ആമേൻ. ഇനി മറ്റൊരു ലോകമുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കപ്പെട്ടു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കപ്പെടുന്നു. ആകയാൽ ജീവിച്ചിരിക്കുമ്പോൾ സുഖിക്കുക, ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക എന്നുള്ളതാകുന്ന വസ്തുതയിലൊക്കെ ചിലരെ സംബന്ധിച്ച് പറയുന്നു. ചില യുക്തിവാദികളെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ അവര് പറയുന്നത് ദൈവമുണ്ടോ, സ്വർഗം ദൈവമുണ്ടോ എന്ന് ചിന്തിക്കുക. ദൈവം ഇല്ല എന്ന് അവർ പറയപ്പെടുമ്പോൾ പിന്നെ സ്വർഗം എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ആ ഒരു ശക്തി ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. അത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയില്ല. പ്രപഞ്ചത്തിന്റെ കാറ്റിനെയോ ആ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സൂര്യനെയോ ആ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ പ്രപഞ്ച സത്യങ്ങളെയൊക്കെ ചിലർ ദൈവങ്ങളായി കണ്ടുകൊണ്ട് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ പല മതവിഭാഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെതാകുന്ന ജീവിത പരിശോധനകൾ ജനിക്കുന്ന ഒരു മനുഷ്യൻ്റെതാകുന്ന മരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എല്ലാവരും പറയുന്ന 100-ൽ 99% വ്യക്തികൾ പറയും, ജനിച്ചാൽ ഒരിക്കൽ ഒരു മരണം, ആ മരണത്തിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യാദികൾ ഉണ്ടോ എന്നുള്ളതാകുന്ന വസ്തുത യാഥാർത്ഥ്യമായി അവരുടെ ജീവിതത്തിനകത്ത് ബോധ്യതയില്ല. കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിന് ശേഷം ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യതയില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ സ്വസ്നേഹികളായി കുടിച്ച് ആനന്ദിച്ച് മദ്യപിച്ച് മതോമത്തനായി അക്രമ തലത്തിൽ
ആക്രമിക്കപ്പെടുന്നവരായി, അസൂയയും വഴക്കും പകയും പിണക്കവും ഇങ്ങനെ മനുഷ്യനെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത നിലവാരത്തിൽ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് എന്നെങ്കിലും ഒരു ദിവസം മരിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തെ ഭയപ്പെടാതെയും ദൈവത്തെ അനുസരിക്കാതെയും നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഓർക്കുക, ഒരു ദിവസം മരണം നിശ്ചയമാണ്. എന്നാൽ ബൈബിൾ ഇപ്രകാരം ഈ ലോകത്ത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിരുന്നാലും തീകതായാലും അവരവർ തക്ക ഫലം പ്രാപിക്കേണ്ടതിനായി സകലരും ക്രിസ്തുവിനെ ന്യായവിസ്താരത്തിൽ നിൽക്കേണ്ടി വരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഓർക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, ദൈവത്തെ അനുസരിക്കുവിൻ. ഇല്ലാത്ത പക്ഷം മരണം സംഭവിക്കുകയും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആകയാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ ഈ വാക്കുകൾ ശ്രദ്ധിപ്പിൻ, ദൈവത്തെ അനുസരിപ്പിൻ.